ഞാൻ വിചാരിക്കുന്നത് ഇപ്പോഴെന്താണ് ഈ പറയുന്ന പാർട്ടി ഈ എൻ എം വിജയനെയും അദ്ദേഹത്തിൻ്റെ മകനെയും കൊലക്കി കൊടുത്തു എന്നുള്ളതാണ്. കാരണം ഏതെങ്കിലും ഒരു പരിധി വരെ ഇവർക്ക് ഇദ്ദേഹത്തെ സംരക്ഷിക്കണം എന്നുള്ളത്, ഇവർക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു മനസാക്ഷി ഈ പാർട്ടിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ആദ്യം ചെയ്യേണ്ട പണി എന്താണ്, ഈ പണം വാങ്ങിയത് ഈ DCC പ്രസിഡന്റിനും ഈ KPCCക്കും ഈ പറയുന്ന സംസ്ഥാന നേതാക്കന്മാർക്കും ജില്ലാ നേതാക്കന്മാർക്കും അറിയാമല്ലോ. ആ പണം മേടിച്ചത് എൻ എം വിജയൻ മാത്രമല്ല എന്ന് ഇവർക്ക് അറിയാലോ. ആ പണം തിരിച്ചു കൊടുക്കാനുള്ള ഒരു മാന്യത ഇവർ കാണിക്കണ്ടായിരുന്നോ? ഒരാൾ കാണിച്ചിട്ടില്ല. ഇപ്പം നടന്ന കാര്യം എന്താണ്, ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ സമിതി അവിടെ പോയി. അന്വേഷണ സമിതി അവിടെ കൊണ്ട് 1.25 കോടിയോളം രൂപ വരുന്ന സംവിധാനം ഞങ്ങൾ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പണം ഈ കുടുംബത്തിന് കൊടുത്തത് പരമാർത്ഥാണ്. എന്താ സംഭവിക്കുക? അവിടെ അഴിമതിയായി. കാരണം അഴിമതി നടന്ന പണമല്ലേ തിരിച്ചു കൊടുക്കുന്നത്. അങ്ങനെയാണ് ഇവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയ പണം. ഒരാൾ ഒരു അഴിമതി നടത്തിയ പണം പാർട്ടിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? മേടിച്ച പണം തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? തിരിച്ചു കൊടുത്താൽ അത് അടിമതി പണം വാങ്ങി എന്നുള്ളതിന് വ്യക്തിപരമായ ബാധ്യത, വ്യക്തിപരമായ കുടുംബത്തിലുള്ള ബാധ്യത. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ എത്ര നേതാക്കന്മാരും ആൾക്കാരും മരിച്ചിട്ടുണ്ട്. അവരെ വ്യക്തിപരമായ ബാധ്യത പിന്നെ ഇവരാരെങ്കിലും എടുത്തിട്ട് നടത്തിയിട്ടുണ്ടോ? ഇതെന്താണ്? ഇത് ഇവരുടെ കണ്ണടയ്ക്കണം. ഇപ്പോൾ തൽക്കാലം ഇവർ രണ്ടുപേരും ഒരു കേരളത്തിലൊരു മരണം നടന്നിട്ട് അത് പൈസ വെച്ച് ഒതുക്കുകയെ ഏത് രീതിയിലാണ് ഈ പാർട്ടിക്കാർ ഇതിനെ കാണുന്നത്? അവരുടെ കുടുംബത്തിൻ്റെ ബാധ്യത ഏറ്റെടുത്തിട്ട് ഈ രണ്ടുപേരുടെ ജീവന് വിലയാവുമോ?